ഇതിൽ ശരിക്കും നല്ല എക്സ്പെൻസീവ് 5.25 ലക്ഷം 5,25,000 രൂപ ഇതിൽ ചിലവ് വന്നുണ്ട്. 42 ഹെയർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് പരിശോധന നടത്തിയത്. കാരണം DNA കിട്ടാത്ത സാഹചര്യത്തിലാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയ DNA ആശ്രയിക്കാറ്. അത് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ കേസ്, ശരിക്കും സത്യം തെളിയിക്കാനുള്ള ഒരു പ്രയത്നം തന്നെയായിരുന്നു അതിൽ. ഏത് ഒഫൻസ് ക്രൈം ചെയ്താലും അത് ഒരു കാലത്ത് തെളിയിക്കപ്പെടും എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയും. 2019 ഓഗസ്റ്റ് 1 മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിനെ ഈ കേസിലെ 2ാം പ്രതി ഷിഹാബുദ്ദീൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നത്. ഒരു വൃദ്ധനെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ലോഡ്ജിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. ശേഷം മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. മലപ്പുറം നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ 1 വർഷത്തിലേറെ തടങ്കലിൽ വയ്ക്കുന്നു. എന്തിനാണിത് ചെയ്തത്? മൂലക്കുരുവിൻ്റെ ഒറ്റമൂലി സൂത്രം അറിയാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ കൊണ്ടുവന്നതും പിന്നീട് തടങ്കലിൽ പാർപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ചതും. വ്യാവസായികാടിസ്ഥാനത്തിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ പിന്നീട് മർദ്ദനത്തിനിടെ 2020 ഒക്ടോബർ 8 ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെടുകയാണ്. പിന്നീട് മൃതദേഹം ചെറിയ കഷ്ണങ്ങളാക്കി ചാലിയാറിൽ തള്ളുന്നു. അവിടെ ആ സംഭവം തീർന്നുവെന്നാണ് അവർ കരുതിയത്. എന്നാൽ പിന്നീട് കേസ് വീണ്ടും ഉയർന്നു വന്നു. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തുന്നു. ഇന്ന് 3 പ്രതികൾ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് മഞ്ചേരി കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 1ാം പ്രതി ഷൈബിൻ ഷെരീഫ്, 2ാം പ്രതി ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവർ. ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ച നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയ ഇപ്പോൾ മലപ്പുറം CI അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ V. വിഷ്ണു സാറിനോടൊപ്പം ചേരുന്നുണ്ട്. ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താത്ത കേരളത്തിൽ അപൂർവം കേസുകളിലാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്നത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ, ഇങ്ങനെയൊരു കേസ് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി പോലീസിന് കാണാമല്ലേ? പ്രത്യേകിച്ച് മൃതദേഹാവശിഷ്ടങ്ങളില്ല. അങ്ങനെ ഒരു കേസിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്? ഇതിൽ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്ന ഡെഡ് ബോഡി ഇല്ലാത്ത ഒരു ആദ്യത്തെ കേസ്, അതും 88 ദിവസം കൊണ്ട് ചാർജ് ഷീറ്റ് എടുത്തൊരു കേസ്. ഇതിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പറഞ്ഞാൽ മുക്കട്ടയുള്ള ഷൈബിൻ, ഇതിൽ A1 1ാം പ്രതിയുടെ വീട്ടിൽ റോബറി നടക്കുകയാണ്. അതിലെ പ്രതികളെ തിരഞ്ഞാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അതിലൊരു പ്രതിയെ പിടിക്കും, ബാക്കിയുള്ള പ്രതികൾ ഈ ഒരു പേടിച്ചിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ച് നടത്തുകയാണ്. അവരെ നമ്മൾ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു. അതായത് 1ാം പ്രതിയായ ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിൽ ഒരു മോഷണം നടക്കുന്നു. ഈ മോഷണത്തിന് കാരണമെന്ന് പറയുന്നത് ഷൈബിൻ അഷ്റഫ് ഈ കൊലപാതകം നടത്താനും ഈ ഷാബാസ് ഷെരീഫിനെ മർദ്ദിക്കാനും ഒക്കെയായി ചില ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. അവർക്ക് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിരുന്നു, അത് കൊടുത്തില്ല. അതിനെ തുടർന്ന് ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിൽ മോഷണം നടക്കുന്നു, അങ്ങനെയല്ലേ? അതെ, അവർ തമ്മിലുള്ളൊരു മീഡിയേഷൻ അവിടെ വെച്ച് നടക്കുകയാണ്. അത് റോബറി ആയിട്ട് നമുക്കൊരു പരാതി വരുന്നു. ആ പരാതി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടുന്ന് കുറച്ച് ലാപ്ടോപ്പ് അടക്കമുള്ള കുറേ മൊബൈൽ ഫോൺ അടക്കമുള്ള കുറേ സാധനങ്ങൾ ഈ വന്നവർ എടുത്തു കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഇങ്ങനൊരു സംഭവം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ച് സൂയിസൈഡ് അറ്റംപ്റ്റ് ഇതിലെ പ്രതികൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കസ്റ്റഡി എടുത്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു തെളിവും 0-ൽ ആയിരുന്നു. നമുക്ക് ഡെഡ് ബോഡി ഇല്ല, ആരാണ് മിസ്സായത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് സരച്ചൂരും PS ലിമിറ്റിലുള്ള ഷാബാസ് ഷെരീഫ് എന്നുള്ള ആൾ 2019 ഓഗസ്റ്റിൽ മിസ്സായിട്ടുണ്ടെന്നും അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിനെ തുടർന്ന് ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ ഷൈബിൻ്റെ മുക്കട്ടയുള്ള വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ണികൃഷ്ണൻ സാറ് അന്നത്തെ RFSലെ ഓഫീസറായിരുന്നു, അദ്ദേഹത്തിൻ്റെയൊക്കെ 2 ദിവസത്തെ സ്ഥലത്തുള്ള പരിശോധനയിൽ നിന്ന് നമുക്ക് ഏകദേശം 42 ഹെയർ കിട്ടി. ഈ ഹെയറിൽ ഒരു ഹെയർ ഷാബാസ് ഷെരീഫിൻ്റെ കൊല്ലപ്പെട്ട ഷാബാസ് ഷെരീഫിൻ്റെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ കേസിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ നമ്മൾ എവിഡൻസ് കളക്ഷൻ മാക്സിമം ചെയ്തു. ഏകദേശം 4 വർഷത്തിന് ശേഷമുള്ളൊരു കേസായതുകൊണ്ട് തന്നെ തെളിവിൻ്റെ വളരെയധികം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നല്ല ടീം വർക്കിനെ കൊണ്ട് തന്നെ നല്ലൊരു എവിഡൻസുകൾ നമുക്കിതിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ ഒരു വിജയമാണ്. അത് കളക്ട് ചെയ്യുക മാത്രമല്ല, നമ്മൾ കോടതി പ്രസൻറ്റ് ചെയ്യാനും അത് കോടതി വിശ്വസിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വിജയമായിട്ടാണ് നമുക്ക്. ഈ മുടിയുടെ DNA പരിശോധന എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ അറിയാൻ വേണ്ടി കൂടിയാണ്. 5 ലക്ഷത്തിലേറെ രൂപ ചെലവ് വരുന്ന ഒരു പരിശോധന കൂടിയായിരുന്നല്ലേ? അപ്പോൾ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി പോലീസ് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയായി കൂടി ഈ കേസ് മാറുന്നില്ല? തീർച്ചയായിട്ടും. ഇതിൽ ശരിക്കും നല്ല എക്സ്പെൻസീവ് 5.25 ലക്ഷം 5,25,000 രൂപ ഇതിൽ ചിലവ് വന്നുണ്ട്. 42 ഹെയർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് പരിശോധന നടത്തിയത്. കാരണം DNA കിട്ടാത്ത സാഹചര്യത്തിലാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയ DNA ആശ്രയിക്കാറ്. അത് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ കേസ്, ശരിക്കും സത്യം തെളിയിക്കാനുള്ള ഒരു പ്രയത്നം തന്നെയായിരുന്നു അതിൽ. ഏത് ഒഫൻസ് ക്രൈം ചെയ്താലും അത് ഒരു കാലത്ത് തെളിയിക്കപ്പെടും എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയും.
ഏകദേശം 5,25,000 രൂപ ചിലവാക്കിയിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒറ്റ ഹെയർ 42 ഹെയറിൽ ഒരു ഹെയർ മാത്രമാണ് കൊല്ലപ്പെട്ട ഷാബാസ് ഷെരീഫിൻ്റെ ആണെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അപ്രൂവർ ഈ നൗഷാദ് അവൻ വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ ഏത് ദിവസമാണ് ഏത് കാലഘട്ടത്തിലാണ് എടുത്തത് എന്നുള്ളതും നമുക്ക് സയൻറ്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ കുറ്റകൃത്യം ചെയ്യുന്നവർ സാധാരണ പരമാവധി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ കൊലപാതകമാണെങ്കിൽ മൃതദേഹം ആർക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം നശിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയുള്ള കുറ്റവാളികൾക്ക് ഈ കേസ് നൽകുന്ന സന്ദേശം എന്താണ്? ഏത് ക്രൈം എങ്ങനെ തെളിയിച്ച് നശിപ്പിച്ചാലും നമുക്കൊരു കാലത്ത് തെളിയിക്കപ്പെടും. ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്നുള്ളതിനെ നമുക്കിതിൽ പറയാം. നല്ലൊരു ടീം വർക്കിൻ്റെ ഒരു കേരള പോലീസ് ഒരുമിച്ച് നിന്നൊരു വർക്കാണത്. അതിൻ്റെ ഒരു റിസൾട്ടാണ്. പ്രോസിക്യൂഷൻ ആയാലും കേരള പോലീസും പ്രോസിക്യൂഷൻ നല്ല എഫേർട്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം പറയേണ്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ കൃഷ്ണൻ നമ്പൂരി സാറാണ്. അവർ നല്ല വർക്ക് കോടതിയിൽ നമ്മളെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായും അത് തന്നെയാണ്, ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഈ കേസിലും ഉണ്ടായി എന്നുള്ളതാണ്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന പി വിഷ്ണുവാണ് നമ്മോട് സംസാരിച്ചത്. ഇപ്പോൾ 3 പ്രതികളെ മഞ്ചേരി കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. 9 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 മലപ്പുറം.